നമ്മളൊരു 4 വീലർ അല്ലെങ്കിൽ ഒരു 2 വീലർ ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താ? ഗൂഗിൾ മാപ്സ് ആയിരിക്കും അല്ലേ? വെൽക്കം ടു ദി എപ്പിസോഡ് 6 ഓഫ് സിമ്പിൾ തിയറീസ് ഫോർ ദ കോംപ്ലിക്കേറ്റഡ് ലൈഫ് ആൻഡ് ടുഡേ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് GPS തിയറി. ദുബായിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, അവിടെ റോഡ്സ് ഒക്കെ കാണാതെ പഠിച്ച് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കാർ ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മാപ്സും കാര്യങ്ങളൊക്കെ. ഇവിടെ പ്രത്യേകിച്ച് നമ്മളൊരു എക്സിറ്റ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ റൂട്ട് മാറി പോകുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുമായിരിക്കുമല്ലോ, അയ്യോ എൻ്റെ കൂടെ ഇരിക്കുന്നവർ എന്നെ എങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യണത്, എങ്ങനെയായിരിക്കും പോണത്, അവിടെ എത്താൻ പറ്റുമോ, നമ്മളിങ്ങനെ ഒരുപാടായിട്ട് ചിന്തിക്കും, നമ്മളെ മിസ്കാൽക്കുലേഷനെ പറ്റി നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ നമ്മളൊരു വഴി തെറ്റിക്കുമ്പോൾ ഈ GPS തിയറി നമ്മളത് ദേഷ്യപ്പെടാറുണ്ടോ? അവർ നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ടോ? നമ്മളകത്ത് വഴക്ക് പറയാറുണ്ടോ? ഇല്ല അല്ലേ? അതെന്താ ചെയ്യണത്? ഇറ്റ് ജസ്റ്റ് ഷോസ് ഇറ്റ്സ് റീകാൽക്കുലേറ്റിംഗ്. അതായത് നമുക്കൊരു ടേൺ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർ റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ബെറ്റർ റൂട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തായാലും സെയിം ഡെസ്റ്റിനേഷനിലോട്ട് തന്നെ കൊണ്ടെത്തിക്കും. ഒരിക്കലും നമ്മളവിടെ സ്റ്റക്ക് ആവുന്നില്ല. ഈ GPS തിയറി പറയുന്നത് അതാണ്. നമ്മുടെ ലൈഫും ഏകദേശം ഇത് സെയിം ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ലൈഫിൽ എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കും, ഒരു ഡ്രീം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഓരോരുത്തർക്കും പല റൂട്ട്സ് ഉണ്ടാവും. പ്ലാൻ A ഉണ്ടാവും, പ്ലാൻ B ഉണ്ടാവും. പക്ഷെ നമ്മൾ എടുക്കുന്ന ചെറിയൊരു മിസ്കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു മിസ് ടേൺ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് കാരണം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക്, ഡ്രീമിലേക്ക് നമുക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളവിടെ സ്റ്റക്ക് ആവാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്തിട്ട് അയ്യോ എനിക്ക് നടന്നില്ലല്ലോ, അവിടെ ചെന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റക്ക് ആവുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മളൊരു റൂട്ട് തെറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ കാർ അവിടെ ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും? ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കാർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമാണ് അത് നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പുതിയ റൂട്ട് കണ്ടുപിടിച്ച് നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്നത്. ലൈഫ് അതുപോലെയാണ്. നമുക്കൊരു മിസ്കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ നമ്മളവിടെ സ്റ്റക്ക് ആവാണ്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. പ്ലാൻ A വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ Bയിൽ വർക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. യു വിൽ എനിവേ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. ഓൺലി തിങ് ഈസ് ദാറ്റ് നമ്മൾ യൂസ് ചെയ്ത പാത്ത്, നമ്മൾ ഇമാജിൻ ചെയ്ത പോലത്തെ പാത്ത് ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക. വി വിൽ ഹാവ് ടു യൂസ് എ ഡിഫറെൻറ്റ് റൂട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാൻ ടു റീച്ച് എ ഗോൾ അല്ലെങ്കിൽ ഡ്രീം. So it's as simple as that. You should never judge you or you should never blame you. You just have to focus and keep traveling, keep moving. The path maybe look different, but you will anyway arrive at your destination. So just keep moving.